നോക്കുമ്പോൾ എത്ര ഉയരത്തിലാണ് എത്തുന്നത്. തുപ്രനെറിഞ്ഞാൽ കൂടി അത്ര എത്തില്ല. എൻ്റെ അറിവിൽപ്പെട്ട ഏറ്റവും നല്ല ഏറുകാരൻ അന്ന് തുപ്രനായിരുന്നു. പക്ഷെ മാങ്ങ വീണില്ല. കുട്ടിയിടത്തി വീണ്ടും വീണ്ടും എറിഞ്ഞു. നാലാമത്തെ ഏറിന് തറി മോളിൽ ഒരു ചില്ലയിൽ തങ്ങി. വ്യസനത്തോടെ ഞാൻ കുട്ടിയിടത്തിയെ നോക്കി. ഇനി എന്തു ചെയ്യും? അപ്പോൾ കുട്ടിയിടത്തിക്ക് ഒരു അരിശം കയറി. ബാസുവേ, നീ ആ അഴുവിൻ്റെ മേളിൽ കയറി നിൽക്ക്. നമ്പൂരിശൻ മുറ്റത്ത് ചാടുമ്പോൾ പറഞ്ഞു. ഞാൻ അനുസരണയോടെ ഉയർന്ന അഴുവിൻ്റെ മുകളിൽ കയറി കാവൽ നിന്നു. എന്താണ് കുട്ടിയെടുത്തിയുടെ ഭാവം? അവർ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ഉടുത്ത മുണ്ടിൻ്റെ താഴത്തെ രണ്ടറ്റവും അരയിലെടുത്ത് കുത്തി നേരെ മാവിൽ കയറാൻ ആരംഭിച്ചു കഴിഞ്ഞു. ഓ, അത്രയ്ക്ക് ഞാൻ കരുതിയിരുന്നില്ല. അഴുവിൻ്റെ മുകളിൽ മനക്കിലെ മുറ്റത്തേക്കും മാവിൻ്റെ മുകളിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട് ഞാൻ നിന്നു. അണ്ണാനെ പോലെ കുട്ടിയടത്തി കയറുന്നു. ഇത് ജാനുയടത്തി കാണണം. അവർക്ക് പൊട്ടു തൊടാനും സരോജിനിയുടെ കടുങ്കൈ വായിക്കാനും മാത്രമേ അറിയൂ. മരം കയറാനാവില്ല, മാങ്ങ പറിക്കാനും ആവില്ല. നോക്കു ബാസുവേ. നോക്കിയപ്പോൾ കുട്ടിയടത്തി കവിളിയിൽ ഒരു കാലാട്ടിക്കൊണ്ടിരുന്ന് ചിരിക്കുന്നു. ഞാൻ കൈ കൊട്ടി ചിരിച്ചു പോയി. കുട്ടിയിടത്തി മാങ്ങ പൊട്ടിച്ച് കരിയിലകൾ മൂടിക്കിടന്ന ഭാഗത്തേക്ക് എറിഞ്ഞു. അപ്പോഴാണ് മുളങ്കൂട്ടിനപ്പുറത്ത് നിന്ന് ഒരു ചിരി.